കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ച ഇയാളെ പ്രഭാവതി അമ്മ തടയുന്ന ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. അർജുൻ കല്യാട്ട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പ്രഭാവതി അമ്മയുടെ ആ ഒരു പൊതുബോധത്തിന് സംവിധാനം കൂടുതൽ പിന്തുണ നൽകുകയാണ്. തീർച്ചയായിട്ടും മാധു, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇന്ന് രാവിലെ റിപ്പോർട്ടറിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ആക്ഷനാണ് വേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഫൈൻ ഈടാക്കി കഴിഞ്ഞാൽ അത് സർക്കാരിനും അതുപോലെ തന്നെ MVDക്കുമൊക്കെ അതിന് ഒരു വരുമാനം ഉണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ഒരു ശക്തമായ ആക്ഷൻ ഉണ്ടാവണം എന്നുള്ള കാര്യം പ്രഭാവതി അമ്മ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന വാഹനം ഓടിച്ചിട്ടുള്ള ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനു ജോസ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ താൽക്കാലികമായി ഇദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ്. താൽക്കാലികമായിട്ട് ഇദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് നമ്മുടെ എടപ്പാളിലുള്ള IDTR എന്ന് പറഞ്ഞ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ക്ലാസ്സിനായിട്ട് വിട്ടിട്ടുണ്ട്. അത് ഒരാഴ്ചത്തെ ക്ലാസ്സാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം അവിടെ പോയി ആ ക്ലാസ് പങ്കെടുത്ത് വരുന്ന മുറയ്ക്ക് ആണ് ബാക്കിയുള്ള നടപടികളിലേക്ക് കിടക്കുക. നിലവിൽ ഇതിനെതിരെ കേസ് ഒഫൻസ് ചുമത്തിയിട്ട് നമ്മൾ കോടതിയിലേക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത് പോലെ ഒരു കൃത്യമായ രീതിയിൽ ഇതൊരു എല്ലാവർക്കുമുള്ള ഒരു സമൂഹത്തിനുള്ള ഒരു പാഠമായി തന്നെ മാറണമെന്നുള്ളതാണ് ഇത്തരമൊരു ശക്തമായ നടപടിയിലൂടെ തെളിയുന്നത്. തീർച്ചയായും. കാരണം ഇത്തരത്തിൽ നമ്മുടെ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫുട്പാത്തിലൂടെയുള്ള ഈ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം പ്രത്യേകിച്ച് ആ ഫുട്പാത്തുകൾ ഉപയോഗിക്കുന്നത് പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ നമ്മുടെ ഈ പത്മാവതി അമ്മയെപ്പോലുള്ള ആളുകളാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ച് നടക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ അതിനിടയിലൂടെ നമ്മൾ ഈ വാഹനം കയറ്റി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ പോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കോഴിക്കോട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മുടെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മഫ്തി ഓപ്പറേഷനായിട്ടും ഇതിന് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വാഹനം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ കയറാൻ സാധ്യതയില്ലാത്ത കാരണം ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ കണ്ടെത്തി നമ്മൾ അവിടെ സ്പെഷ്യൽ ചെക്കിങ് നടത്തിയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഇത്തരം നിയമലംഘനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനത്തിലേക്ക് തന്നെ പോകും. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. കാരണം അത് പൊതുജനങ്ങളും കൂടി നമ്മളോട് സഹകരിക്കണം എന്നുള്ളത് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമലംഘനങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ കുറയും. അപ്പോൾ അതിലൊരു കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ഭാഗത്തുള്ള എല്ലാ നടപടികളും ശക്തമായി തന്നെ അതിനെ നേരിടാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് മാത്രമുള്ള ഒരു ആക്ഷൻ അല്ല, ഇത് സമൂഹത്തിന് എല്ലാവർക്കും എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം നിയമലംഘനം നടത്തുന്ന എല്ലാവർക്കും എതിരായിട്ടുള്ള ആക്ഷനാണ്. ഇതൊരു പാഠമായി തന്നെ കാണണമെന്നുള്ളതാണ് MVDയുടെ ഒരു മുന്നറിയിപ്പ്. അതെ. കാരണം അദ്ദേഹം അതിൽ വന്ന് പെട്ടുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അതുകൂടാതെ ഒരുപാട് പേര് ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മിനിഞ്ഞാന്ന് ഇതേപോലെ തന്നെ 12ഓളം കേസുകൾ നമ്മൾ ഈ ഫുട്പാത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വന്ന് പെട്ടുപോയതാണ്. അത് അദ്ദേഹത്തിന് അതിനുള്ള വാണിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അത് റെസ്പോണ്ട് ചെയ്തത്. അദ്ദേഹം ക്ലാസ്സിന് പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും പ്രഭാവതി അമ്മ അവരുടെ ഒരു ഇടപെടൽ, രാഷ്ട്രീയ ബോധ്യമൊക്കെ തന്നെ ഒരു ഇമ്പാക്റ്റായി മാറുകയാണ്. വലിയ രീതിയിൽ അതിനകത്തൊരു ശക്തമായ നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇന്നിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ റിപ്പോർട്ടറിലൂടെ തന്നെ വ്യക്തമാക്കിയത് കൃത്യമായ രീതിയിൽ ആക്ഷൻ ഉണ്ടാവുമെന്നുള്ളതാണ്. ആ പ്രതികരണം നടത്തി മണിക്കൂറുകൾ തികയും മുൻപ് തന്നെ ആ പറയുന്ന ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായി മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ എടുക്കുന്ന ഒരു ആക്ഷനായി മാത്രം കാണാൻ വേണ്ടി പാടില്ല. അത് സമൂഹത്തിൽ ഇത്തരം ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന എല്ലാവർക്കും എതിരായിട്ടുള്ള ഒരു ആക്ഷനായി തന്നെയാണ് ഗതാഗത വകുപ്പും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഒക്കെ കാണുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രഭാവതി അമ്മ ഒരു ഇമ്പാക്റ്റായി മാറുകയാണ്. വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ പലരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമലംഘനത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ, ശാശ്വതമായ നടപടികളിലേക്ക് കടക്കാൻ പ്രഭാവതി അമ്മ ഒരു കാരണമായി മാറി. ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ പ്രഭാവതി അമ്മയെ മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ ആരാണ് എന്നുള്ളതല്ല, നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നിൽക്കുന്നത് ന്യായത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ് എങ്കിൽ ആർക്കായാലും പിന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. അതിന് സംവിധാനം ഇങ്ങനെ പിന്തുണ കൂടി നൽകുകയാണ് എങ്കിൽ അതായിരിക്കും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത്.